നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളി, കൊച്ചിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ 3 ചാപ്റ്റേഴ്സ് 18, 19, 20. ഇത് ഹിസ്റ്റോഗ്രാഫി എന്നുള്ള ആ പേപ്പറാണ് പോകുന്നത്. അപ്പോൾ ഹിസ്റ്റോഗ്രാഫീൻ്റെ ഒരു 19-ാം നൂറ്റാണ്ടിൽ നമ്മളുടെ യൂറോപ്പിൽ ഹിസ്റ്റോഗ്രാഫി ഒരു അക്കാഡമിക് ഡിസിപ്ലിനായിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാഫിയിൽ എന്താണ് ഫൗണ്ടേഷൻസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററിനെ പറ്റിയാണ് നമ്മൾ പരാമർശിച്ച് പോകുന്നത്. അവിടെ ഏതൊക്കെ ഫാക്ട്സ് ഉണ്ടാവും, ഏതൊക്കെ റൈറ്റിങ്സ് ഉണ്ടാവും, എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവും ഈ കാലഘട്ടങ്ങൾ, അങ്ങനെ വരുന്ന ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന ഹിസ്റ്ററിയിൽ ചരിത്രപരമായി എന്തൊക്കെ നടക്കുന്നു അതൊക്കെയാണ് എഴുതുന്നത് ഹിസ്റ്റോഗ്രാഫിയിൽ. എൻലൈറ്റ്മെന്റ് ഓഫ് ഫിലോസഫിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഇതിൽ കൂടെ ഓരോ കാലഘട്ടത്തിൽ കൂടെ ഓരോ രാജ്യത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ എഴുതി വരുന്നതിനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഷണലിസ്റ്റ് റൈറ്റിങ്സിനെ പറ്റിയാണ്. അതായത് നേഷനിലെ നമ്മളുടെ രാജ്യത്തിലുള്ള റൈറ്റിങ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പരാമർശിച്ചു പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടേം തന്നെ കൊളോണിയൽ ഐഡിയോളജി ആയി മാറുകയാണ്. അപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കൊളോണിയൽ റൈറ്റേഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ കൂടിയാണ് ഈ ചരിത്രം എഴുതി പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ നേരത്തെയുള്ള ലെസണിലൊക്കെ ഞാൻ പരാമർശിച്ചു ജെയിംസ് മില്ലിന്റെ കാര്യങ്ങള്, വിൻസെന്റ് സ്മിത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് സിവിലൈസിങ് മിഷൻ എന്നുള്ള ലെവലിലാണ് ഇവിടെ ഹിസ്റ്ററി ഇംഗ്ലീഷുകാരുടെ സ്കൂൾസിനും ഇംഗ്ലീഷുകാരുടെ വരവിനെയും നമ്മളൊന്ന് ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്, സിവിലൈസിങ് മിഷൻ. ആ ഇതിൽ കൂടെ ഇന്ത്യയുടെ ഒരു വെസ്റ്റേണൈസ് സിവിലൈസേഷനെ കൊണ്ടുവരാനുള്ള എഫേർട്ടിനെ പറ്റിയാണ് അങ്ങനെ ആ പരാമർശം അവിടെ വന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആൾക്കാരുണ്ടല്ലോ, ട്രഡീഷൻസിനെ പറ്റിയും എങ്ങനെയാണ് നമ്മൾ നാഷണലിസ്റ്റ് അപ്രോച്ച് എടുത്തതെന്നുള്ളതിനെ പറ്റിയും നമ്മൾക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പിന് നമ്മൾ വളരെ കാര്യമായിട്ട് നോക്കുകയും അതിൽ നമ്മളുടെ നാഷണൽ ഗ്ലോറി വളരെ ക്രിയേറ്റീവായിട്ട് ന്യൂ ഹിസ്റ്റോറിക്കൽ തോട്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് തന്നെ വരുന്ന ഒരു നാഷണൽ സെൽഫ് എസ്റ്റീം വരുന്നു എന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത് എക്കണോമിക് കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു ഇമ്പീരിയലിസത്തിന്റെ കൂടെ. ഹിസ്റ്റോറിയോഗ്രഫിയിൽ അത് പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള എന്തൊക്കെയാണ്. അപ്പൊ അങ്ങനെ സ്വാമി വിവേകാനന്ദയുടെ എഫേർട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസർച്ച്, ഇതിനെ പറ്റിയൊക്കെ ട്രൂ ആയിട്ടുള്ള നാഷണൽ സ്പിരിറ്റിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രൊജക്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് 19-ാം നൂറ്റാണ്ടിലത്തെ ഒരു കൂട്ടം ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് എഴുതി കൂട്ടിയിട്ടുള്ളതാണ് മേക്കിംഗ് ഓഫ് ഇന്ത്യ എന്നുള്ള ലെവലിൽ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്, ഫോറിൻ ഇൻവേഷൻ തുടങ്ങി അവരുടെ എങ്ങനെ ഇന്ത്യയിൽ വന്നു എന്നുള്ള കാലഘട്ടങ്ങളിൽ നടന്ന നാഷണലിസ്റ്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചെയ്തിട്ടാണ് ഇത് പുസ്തകങ്ങളായിട്ട് എഴുതി ഉണ്ടാക്കുക 19-20-ാം നൂറ്റാണ്ടിൽ. അപ്പൊ നമ്മൾക്ക് അറിയേണ്ട കാര്യം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു വരുമ്പോൾ അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാലഘട്ടം അനുസരിച്ചെന്ന്. അപ്പൊ കാലഘട്ടം അനുസരിച്ച് വരുമ്പോൾ ആ റൈറ്റിങ്സിൽ, ആ എഴുത്തിൽ തന്നെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഏൻഷ്യൻ സിവിലൈസേഷൻ, ഇന്ത്യനെ പറ്റി ഏൻഷ്യന്റ് ആയിട്ടുള്ള സിവിലൈസേഷനിൽ പറയുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ലെവലിലും ഇന്റലിജൻസ്, ഹൈലി ഇന്റലിജന്റ് ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത് കാര്യം ഇൻഡോ ആര്യൻസ് ബുക്കില്, അതായത് രാജേന്ദ്രപാൽ എഴുതിയിട്ടുള്ള ബംഗാളി ഒഡീഷ ബുക്കില് വേദിക് ടെസ്റ്റിനെ പറ്റിയും ബുക്ക് ഇൻഡോ ആര്യൻസ് എന്നുള്ള ലെവലിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നുണ്ട്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ഓരോ റൈറ്റേഴ്സിനെ പറ്റി കുറച്ചായിട്ട് പറഞ്ഞാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് രാമകൃഷ്ണ ഗോപാൽ ബണ്ടേക്കർ. അപ്പൊ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ റൈറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻഫ്ലുവൻസ് എങ്ങനെയാ കിട്ടിയിട്ടുള്ള വെച്ചാൽ ജർമ്മൻ ഹിസ്റ്റോറിയൻ ഹെറാങ്കയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ആ ഏർലി ഹിസ്റ്ററി ഓഫ് ഡെക്കാൻ 1884-ലും പീപ്പ് ഇൻ ടു ദ ഏർലി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ളത് 1890-ലും റിസർച്ച് വർക്കായിട്ടും അതിൽ കൂടെ ക്രിട്ടിക്കലായിട്ടും അനലിറ്റിക്കലായിട്ടും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്.
ഇതിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യയുടെ ലിറ്ററേച്ചർ, ലാംഗ്വേജ്, അതേമാതിരി ഇന്ത്യൻ സിവിലൈസേഷൻ, ആ കാലഘട്ടങ്ങൾ സോഷ്യൽ റിഫോമർ എന്നുള്ള ലെവലിലും കൂടാതെ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു എക്സലന്റ് ആയിട്ടുള്ള സ്കോളർ, അങ്ങയുടെ പേര് സോഷ്യൽ റിഫോമർ ആണ്, ഈ പരമഹംസ സഭയിൽ ജോയിൻ ചെയ്യുകയും അതിന്റെ സൊസൈറ്റിയിലുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഈവിൾസിനെ പറ്റി പരാമർശിക്കുകയും അതിനെപ്പറ്റി ക്രിട്ടിക്കലായിട്ട് ഹിസ്റ്ററിയിൽ, റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ എഴുതുകയും ആ ഡിവോട്ട് ചെയ്ത ഹിസ്റ്റോറിക്കൽ സ്ക്രിപ്റ്റാണ്. മാത്രമല്ല ലാംഗ്വേജോ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ നല്ല കാര്യങ്ങളെ എടുത്തു പറയണം എന്നുള്ളതാണ് അതിൽ കൂടെ പരാമർശിച്ചു പോയിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന എലാബറേറ്റ് ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഉണ്ട്, ഹിസ്റ്ററി റൈറ്റിംഗ്സ് ഉണ്ട്. അതിലും ഇന്ത്യയുടെ കഥകൾ, മിഥ്യകൾ അല്ലെങ്കിൽ ക്രോണിക്കിൾസ്, ഗ്ലോറിഫിക്കേഷൻ, പഴയ രാജാക്കന്മാരെ പ്രശസ്തി എഴുതുക, ഇതൊക്കെ നമ്മളുടെ ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. അടുത്ത എഴുതി ഫലിപ്പിച്ചിട്ടുണ്ട്. ബണ്ടേക്കറിന്റെ റൈറ്റിംഗ്സിൽ കൂടെ ഡെവലപ്പ് ചെയ്തത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള യൂസ് ആണ്. സോഴ്സസ് ഓഫ് നറേറ്റീവിലെ ക്രിട്ടിക്കൽ യൂസിനെയാണ് എടുത്ത് ഉപയോഗിച്ച് വരുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്തതായിട്ട് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് കാശി പ്രസാദ് ജയ്സ്വാൾ. കാശി പ്രസാദ് ജയ്സ്വാൾ ലണ്ടനിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഏൻഷ്യന്റ് ഹിസ്റ്ററിനെ പറ്റി അറിയും. അതേമാതിരി ഒരു ബാരിസ്റ്റർ, പ്രൊഫഷണൽ ഒരു ബാരിസ്റ്റർ ആണെങ്കിൽ കൂടിയും കരിയർ തുടങ്ങുന്നത് കൽക്കട്ട ഹൈക്കോർട്ടിലാണ്. അവിടെ നിന്ന് പാട്നയ്ക്ക് പോകുന്നു, പിന്നെ ബീഹാർ, പിന്നെ ബംഗാൾ. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിഗ്രാഫിയും ആർക്കിയോളജിയും ഇതിനെ പറ്റിയൊക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഹിസ്റ്റോറിയൻ ബൈ ചോയ്സ് എന്നുള്ള ഇൻസ്റ്റിക്റ്റില് പുള്ളി വായിച്ചിട്ടുണ്ട്. ഇതുമാതിരി ലിമിറ്റേഷൻസ് നമ്മൾ അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ജയ്സ്വാളിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ഹിന്ദു ലോ എങ്ങനെയായിരുന്നു എന്നുള്ള അതിനെപ്പറ്റി, കാരണം ഭാരത് ലോ ആണല്ലോ ഓൾറെഡി ലോ പ്രാക്ടീസിങ് ആണ്. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എങ്ങനെയാണ് അതിനെ പരാമർശിച്ചിട്ടുള്ളത് പബ്ലിഷ് ചെയ്ത ഒരു ബുക്ക്, അതിന്റെ ബുക്കിന്റെ പേരാണ് ഹിന്ദു പോളിറ്റി, 1918. ഈ ബുക്കിൽ കൂടെ ആർഗ്യുമെന്റ് ചെയ്യുന്നത് പാർലമെന്ററി ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ് ഇന്ത്യയിലുള്ളത് എങ്ങനെയാണ് റെപ്രസെന്റേറ്റീവ് ആണെന്നുള്ള ലെവലിലൊക്കെ വരുന്നത് ഹിന്ദു ലോ ഓൾഡസ്റ്റ് പെഡിഗ്രിയില് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു സിസ്റ്റത്തിനെ പറ്റിയും പരാമർശിക്കുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററിനെ പറ്റി പരാമർശിക്കുന്നു, ലീഗൽ സിസ്റ്റത്തിനെ പറ്റി പരാമർശിക്കുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് റെപ്രസെന്റേഷൻ എങ്ങനെ വേണം, കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഈ ഹിന്ദു പൊളിറ്റിയിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇത് കൂടാണ്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇതിലെ കൂടെ പോയാൽ കൂടെയും ഈ മിത്ത്, ഓറിയന്റൽ ഡെസ്പോട്ടിസം എന്നുള്ള ഒരു കാര്യം, അത് ബ്രിട്ടീഷിന്റെ അറൈവലിന് മുമ്പ് എന്നുള്ളതാണ് പരാമർശിച്ചു വരുന്നത്. കൂടാതെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യം പൗര ജനപദാനെ പറ്റിയൊക്കെ, സോവറിൻ അസംബ്ലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ കൗട്ടല്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മന്ത്രി പരിഷത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹിന്ദു പോളിറ്റി എന്നുള്ള ലെവലാണ് ഈ കാലഘട്ടത്തിൽ, അതായത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 150 AD മുതൽ 350 AD വരെയുള്ളതാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, എഴുതി വന്നിട്ടുള്ളത്. അതിൽ ഡിപ്ലോമസിയും ഇന്റഗ്രൽ പാർട്ടായിട്ട് ഏൻഷ്യൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ ട്രഡീഷനിൽ വരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രാധാ കുമുദ് മുഖർജിന്റെ റൈറ്റിംഗ്സ്. രാധാ കുമുദ് മുഖർജിന്റെ ബംഗാളി റൈറ്ററാണ്. 1884 മുതൽ 1964 വരെ ഉണ്ടായിരുന്നു. പ്രൊഫോണ്ടാണ്, വളരെ സ്കോളറും അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക് ടെക്സ്റ്റിനെ പറ്റിയും അതിന്റെ അണ്ടർസ്റ്റാൻഡിങ്സിനെ പറ്റി വളരെ നാച്ചുറൽ ആയിട്ടും നേച്ചറും കൾച്ചറെ പറ്റി പരാമർശിച്ചു പോകുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം ദ ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. 1914 പബ്ലിഷ് ചെയ്തത്. അവിടെ കൂടെ ഏൻഷ്യൻ കൾച്ചറിനെ പറ്റി നമ്മളുടെ റൈറ്റിംഗ്സ്, കൊളോണിയൽ ഹിസ്റ്റോറിയൻസിനെ പറ്റിയും ട്രഡീഷൻസും ടങ്സും അല്ലെങ്കിൽ മുഖർജിന്റെ അറ്റൻഷൻ കൊണ്ടുവരുന്നത് ഫെഡറൽ യൂണിറ്റി ഓഫ് ഇന്ത്യനെ പറ്റിയാണ്. അപ്പോൾ മുഖർജി പിന്നെയും ഡെവലപ്പ് ചെയ്തെടുത്തത് ഇന്ത്യയുടെ പാസ്റ്റും അതേമാതിരി ഇൻഡിജിനസ് ആയിട്ടുള്ള റിച്ച് ട്രഡീഷനും കൾച്ചറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒപ്പീനിയനില് മുഖർജിയുടെ ഒപ്പീനിയനില് ഇന്ത്യൻ നാഷണലിസം
എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയും ആന്റി കൊളോണിയൽ മൂവ്മെന്റ് എന്നുള്ളതും എടുത്ത് പരാമർശിക്കുന്നു. നാഷണലിസ്റ്റ് കോൺഷ്യസ്നെസ്, വിസിബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ കൾച്ചർ, ഇതൊക്കെ വേദാസും പുരാണാസും ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് എഴുതി വന്നിട്ടുള്ളത്. അത് കൂടാണ്ട് അത് അവസാനമായിട്ട് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖർജി ഇന്ത്യക്ക് ബ്രിട്ടീഷ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സിവിലൈസിങ് മിഷൻ എന്റെ ആവശ്യമുണ്ടോ? അത് ഓൾറെഡി ഇന്ത്യ സിവിലൈസ്ഡ് ആണ്. സിവിലൈസേഷന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വരവിന് അവരുടെ നല്ലതായിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഉള്ള കൺട്രിയാണ്. ജോഗ്രഫിക്കലി വളരെ ഡിഫറെന്റ് ആണെങ്കിൽ കൂടിയും ഇന്ത്യയുടെ യൂണിറ്റിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ അഭിപ്രായം. ഇനി അടുത്തതായിട്ട് വരുന്നത് രമേശ് ചന്ദ്ര മജുംദാറിന്റെ കാലഘട്ടം 1888 മുതൽ 1980 വരെ. ആ ഏൻഷ്യൻ ഫ്രീഡം മൂവ്മെന്റ് തുടങ്ങി ഡിഫറെന്റ് ഫേസ് ഇന്ത്യൻ ഹിസ്റ്ററിനെയും കൾച്ചറിനെയും ഫേസ് ചെയ്ത് പോകുന്നതും ക്ലാസിക്കൽ നെറേറ്റീവ് ആയിട്ട് പോകുന്നു. ഏൻഷ്യന്റ് ഇന്ത്യനെ പറ്റി പറയുന്നു, മോണിമെന്റൽ 3 വോളിയം ഹിസ്റ്ററിനെ പറ്റി പറയുന്നു, ഏൻഷ്യന്റ് ഇന്ത്യൻ കോളനീസ് ഇൻ ദ ഫാർ ഈസ്റ്റ് 1927 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹിന്ദു സിവിലൈസേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ളതാണ്. അപ്പോ ഇന്ത്യൻ സിവിലൈസേഷൻ ഫാർ ഈസ്റ്റ് ആയിട്ടുള്ള പോകുന്ന മാരിടൈം ലെവലിലും കപ്പൽ മാർഗവും കൊളോണിയലും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പാക്ട് ഇന്ത്യൻ കൾച്ചറിന്റെ എടുത്ത് പറയാണ് മുഖർജി. അപ്പൊ ഇതിന് കൂടാതെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജ് എത്രത്തോളം മുസ്ലിം പീരീഡിനെ പറ്റി 400-500 വർഷങ്ങൾ വരെയുള്ള ബ്രിട്ടീഷ് പീരീഡിനെ പറ്റി 200 വർഷങ്ങള്. അപ്പോ ഈ മജുംദാറിന്റെ അറ്റൻഷൻ വന്നിട്ടുള്ളത് കൾച്ചറൽ കണ്ടിന്യൂറ്റി ഇൻ ഇന്ത്യന്. അതേമാതിരി കൾച്ചറൽ കണ്ടിന്യൂറ്റി വർഷങ്ങളോളം നടന്നു എന്നുള്ളതാണ് പുള്ളി പരാമർശിക്കുന്നത്. അപ്പോ മജുംദാർ വന്നിട്ട് ബാക്കിയുള്ള നാഷണൽ സ്കോളേഴ്സിന്റെ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്ത് സൗത്ത് ഈസ്റ്റേൺ കൾച്ചറിനെ പറ്റിയും ഇന്ത്യന്റെ എലിമെന്റ്സ് അവരുടെ കൾച്ചറിൽ വരുന്നതിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നാഷണലിസ്റ്റ് റൈറ്റിംഗ്സിനെ പറ്റി വരുമ്പോൾ ഈ എടുത്തു പറയേണ്ടത് ജോൺ മിറ്റന്റെ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും നാഷണലിസ്റ്റ് ഹിസ്റ്ററി റൈറ്റിംഗ്സ് എത്രത്തോളം ഇന്ത്യൻ സിവിലൈസേഷൻ പുരാതനമായ സിവിലൈസേഷൻ ആണെന്ന് പരാമർശിച്ചു വരുന്നതും അതിന്റെ യൂണിറ്റിനെ പറ്റിയും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അതേമാതിരി ബാക്കിയുള്ള നാഷണലിസ്റ്റ് കോൺട്രാക്ട്സും ഫ്രീഡം മൂവ്മെന്റിനെ പറ്റിയൊക്കെ പലരും പറയുന്നുണ്ട്. നമുക്ക് വളരെ ട്രഡീഷണൽ റൈറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ RJ ബറംദാർ, KP ജസ്വാൾ, രാധാ കുമുദ് മുഖർജി, RC ബാനർജിയുടെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ അങ്ങോട്ട് തീരുന്നത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾക്ക് പോകുമ്പോൾ 19ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റും സുബാൾട്ടേറിയൻസിന്റെയും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അതായത് ഈ മെയിൻ ഐഡിയാസ് ഇതിൽ എന്താ പറയുന്നതെന്നാ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളും സുബാൾട്ടൻ ഹിസ്റ്റോഗ്രാഫീസിനെ പറ്റിയുള്ള വർക്ക്സിനെ പറ്റിയുള്ള റൈറ്റിംഗ്സ് ആണ്. 2 സ്ട്രീം ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗിനെ പറ്റി എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ എടുത്തു പറയുന്ന പീരീഡിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫി ഇന്ത്യയിൽ ഡെവലപ്പ് ആകുന്നത് 1940 മുതലാണ്. അവിടെ തുടങ്ങി 1960, 1990 ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇന്ത്യൻ ഹിസ്റ്റോഗ്രാഫി വളരെ ഡോമിനന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിനു ശേഷം നമുക്ക് സുബാൾട്ടൻ ഹിസ്റ്റോഗ്രാഫി എന്താന്ന് വെച്ചാൽ അതിൽ ഈ ട്രെൻഡ് എന്താ വെച്ചാൽ ഹിസ്റ്ററി റൈറ്റിംഗിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ബേസ്ഡ് ഓൺ വാട്ട് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ സുബാൾട്ടൻ സ്റ്റഡീസ്. അവര് ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് ആണ്, അസോസിയേഷൻ ഉള്ളവര്. അതിൽ കൂടെ അവർ പറയുന്നത് സീരീസ് ഓഫ് വോള്യൂംസ് ആണ് എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ എടുത്ത് പബ്ലിഷ് ചെയ്തു വരുന്നത് രഞ്ജിത്ത് ഗുഹ ആണ്. ആദ്യത്തെ, അതായത് ഫസ്റ്റ് 6 വോള്യൂം എഡിറ്റ് ചെയ്ത് പോയത്. ആ എഡിറ്റ് ചെയ്ത് പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് പരാമർശിക്കാൻ പോവാണ് ഇപ്പോൾ. അപ്പൊ മെയിൻ ഐഡിയാസ് മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫിയിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മാർക്സിസ്റ്റിന്റെ ഹിസ്റ്റോറിയൻസിന്റെ പ്രാധാന്യം, അത് ഇന്ത്യയുടെ പീരീഡ്
ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നുണ്ട്. എക്കണോമിക് ഹിസ്റ്ററി വരുന്നുണ്ട്, നാഷണലിസം വരുന്നുണ്ട്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി വരുന്നുണ്ട്, സോഷ്യൽ ഹിസ്റ്ററി വരുന്നുണ്ട്. അതിന് കൂടാണ്ട് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെതായ അവരുടേതായ കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരുപാട് മാർക്സിസ്റ്റ് പോളിസികളുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പരാമർശിക്കാം. അതായത് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിന്റെ കോൺസെപ്റ്റും അവരുടെ സോഴ്സസും എത്ര മെറ്റീരിയൽസ് എങ്ങനെയായിരുന്നു വൈഡർ വ്യൂവിൽ പോയത്, എങ്ങനെയായിരുന്നു അനലൈസ് ചെയ്തത് എന്നുള്ളതാണ് ആ മെറ്റീരിയൽ കൂടെ പ്രസന്റ് ചെയ്തു വരുന്നത്. പിന്നെ ജനറലായിട്ട് നോക്കുമ്പോൾ ഈ പ്രൊഡക്ഷനും കോൺഫ്ലിക്റ്റും വേരിയസ് ക്ലാസസിന്റെ പ്രൊഡക്ഷനെ പറ്റിയും ക്ലാസസിന്റെ വേരിയസ് ആയിട്ടുള്ള ജീവിത ചര്യയെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. സ്റ്റഡീസിനെ പറ്റി, സോഷ്യോ എക്കണോമിക് സ്ട്രക്ചേഴ്സിനെ പറ്റി പരാമർശിക്കുന്നു. അതായത് സോഷ്യോ എക്കണോമിക് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഫ്യൂഡലിസം, രണ്ടാമത്തെ കാര്യം കൊളോണിയലിസം, മൂന്നാമത്തെ കാര്യം ക്യാപിറ്റലിസം. ഇതിനെ പറ്റിയും ഇതിൽ പരാമർശിച്ചു വരുന്നു. ഇനി മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫിയിൽ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇന്റർപ്രിട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ടും ധനപരമായിട്ടും എക്കണോമിക്കലും സോഷ്യൽ ചേഞ്ചസിനും ഓരോ ടേംസിലെ ഇൻഡിവിജ്വൽസില്, അതേമാതിരി ഓരോ സിസ്റ്റത്തില് ഓരോ ക്ലാസ് സ്ട്രഗിള്, അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് സ്ട്രഗിള്. അപ്പോ ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫി റിജക്ട് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രേറ്റ് മാൻ എന്നുള്ള തിയറിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ട്രാൻസ്ഫർമേഷനെ പറ്റി എടുത്ത് പരാമർശിക്കുന്നു. ഇനി രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ഡൈനാസ്റ്റികളുടെ കാലഘട്ടത്തിലും സോഷ്യലായിട്ടും ഇക്കണോമിക് ആയിട്ടും സാധാരണക്കാരുടെ അനുഭവങ്ങളെ പറ്റി പരാമർശിക്കുന്നു. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ടത് സോഷ്യലും എക്കണോമിക് ഹിസ്റ്ററി. അവിടെ പറയുന്നിട്ടുള്ളത് നമ്മളുടെ രാജ്യത്തിൽ നടന്നുള്ള ധനപരമായും സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിനെ പറ്റിയല്ല കൂടുതൽ ഇന്റൻഷൻ കൊടുക്കേണ്ടതെന്നാണ് അവിടെ ആ ഭാഗത്ത് പരാമർശിച്ചിട്ടുള്ളത്. ഇനി ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫിയിൽ അഡാപ്റ്റ് ചെയ്യുന്നത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ട്. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും റിസർച്ച് പ്ലസ് ആർക്കിയോളജി, ലിംഗ്വിസ്റ്റിക്സ്, ആന്ത്രോപോളജി, ന്യൂമാസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെ ഇതെല്ലാത്തിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് പോകുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫിയിൽ അനലൈസ് ചെയ്യുന്നതും എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതും കോസേഷൻ കൊടുക്കുന്നതും ഇന്റർപ്രിട്ടേഷൻസും എല്ലാം വളരെ വാല്യുബിൾ ആണ്. സിമ്പിൾ ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ നറേറ്റ് ചെയ്ത് പോകുന്നത് എങ്കിൽ കൂടിയും വളരെ കാര്യമായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുമാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ പ്രാധാന്യപ്പെട്ട മാർക്സിസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാന്ന് നോക്കാം. അവിടെ റൈറ്റിംഗിൽ കൂടെ എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എന്ന് നോക്കാം. R.P. ദത്ത്, അതായത് ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫിനെ പറ്റി തുടക്കം കൊടുത്തത് R.P. ദത്താണ്. ആ ദത്തിന്റെ ബുക്ക് ഇന്ത്യ ടുഡേ ആദ്യമായിട്ട് എഴുതിയ കാലഘട്ടം 1940. അവിടെ കൺസിഡർ ചെയ്തു വരുന്നത് മാർക്സിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റ് ആണ്. റെക്കോർഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതിന്റെയും അതേമാതിരി ആ ഇന്ത്യൻ ജനതയുടെ സ്ട്രഗിള്, അതിനുശേഷം നാഷണൽ മൂവ്മെന്റ്, വർക്കിംഗ് ക്ലാസ്സിനുള്ള നാഷണൽ മൂവ്മെന്റ്, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലം, അതായത് തൊട്ട് മുമ്പുള്ള കാലം, ഇങ്ങനെ പല വിധത്തിൽ ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു, പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നു, സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഈ ചേഞ്ചസ് മാർക്സിസ്റ്റ് അപ്രോച്ച് ആണെങ്കിൽ കൂടിയും ഈ ചേഞ്ചസിനെ നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം. കൊളോണിയൽ എക്കോണമിയാണ്. കൊളോണിയൽ എക്കോണമി എന്ന് പറഞ്ഞാൽ കൊളോണിയൽ സ്റ്റേറ്റസിൽ ഇരിക്കുമ്പോൾ ഉണ്ടായ ധനപരമായ വ്യത്യാസങ്ങൾ. നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാലഘട്ടത്തിൽ വരുന്ന ചേഞ്ചസ്, നാഷണാലിറ്റിനെ പറ്റിയും നേഷൻ തിയറിയും അതൊക്കെ വരുന്നത് അതിനെ പറ്റിയുള്ള തിയറി. കമ്മ്യൂണലിസം വരുന്നു, അതിൽ കമ്മ്യൂണലിസ്റ്റ് വ്യൂസിനെ പറ്റി പരാമർശിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഈ കർഷകരുടെ ഗ്രൂപ്പായ പെസൻട്രിയുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളതും പരാമർശിച്ചു പോകുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കമന്റ്സ് എല്ലാം കൊളോണിയൽ ഇമ്പാക്ട് അല്ലെങ്കിൽ കൊളോണിയൽ ആയിരിക്കുന്ന സമയത്ത്, ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് ആയിരിക്കുന്ന സമയത്ത് വന്ന ധനപരമായ വ്യത്യാസങ്ങൾ, ധനപരമായ ചേഞ്ചസ് എത്രത്തോളം
ദുരുദ്ദേശം അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ആയിരുന്നു, എത്രത്തോളം റീജനറേറ്റീവ് ആയിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ ആണ്. റീജനറേറ്റിംഗ് റോളാണ് കൊളോണിയലിസത്തിൽ നമ്മൾ കണ്ടുവരുന്നതും അതിനെപ്പറ്റി പരാമർശിച്ചു വരുന്നിട്ടുള്ളതും. അപ്പോ ഈ ദത്ത് പറയുന്നത് ഈ ക്യാപിറ്റലിസം ആണ് ഈ ദരിദ്രത്തിനുള്ള കാരണം. അതായത് മുതലാളിത്തം വന്നുകൊണ്ടാണ് തൊഴിലാളികൾക്ക് പ്രശ്നം വന്നതും, അതേമാതിരി അവരുടെ കൊളോണിയൽ ആയിട്ടുള്ള ലൂട്ടിങ് അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ ക്യാപിറ്റലിസം എന്നുള്ള ആ കോൺസെപ്റ്റിൽ വരുമ്പോൾ അതിന്റെ പരിണാമമായിട്ട് അനുഭവിക്കുന്നത് നമ്മളുടെ കോളനികളാണ്. അപ്പോ ദത്ത് പിന്നെയും ഈ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യ സിസ്റ്റത്തിനെ ബ്രിട്ടീഷ് പീരീഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് റൂളിന്റെ കാലഘട്ടത്തിനെ 3 ഭാഗമായിട്ട് പിരിച്ചെഴുതിയിട്ടുണ്ട്. ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ക്വയറ്റ് കോമൺ നൗ എന്നുള്ളതല്ലേ മാർക്സിസ്റ്റ് ഹിസ്റ്ററിയില്. ഫസ്റ്റ് ഫേസ് എവിടെയാ വരുന്ന മെർക്കൻഡൈൽ ക്യാപിറ്റൽ എന്ന് പറയും. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കുകയും അതിന്റെ കാലഘട്ടത്തിൽ കൂടെ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു പോവുകയും 18ാം നൂറ്റാണ്ടിൽ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ഈ ഹിസ്റ്ററി പോയിക്കൊണ്ടിരുന്നത്, ഇന്ത്യ പോയിക്കൊണ്ടിരുന്നതിനെ പറ്റി പരാമർശിച്ചു പോകുന്നു. രണ്ടാമത്തെ ഫേസിൽ എന്താ പോകുന്നത്, അവിടെ വരുന്നത് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് ക്യാപിറ്റലിസവും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിലെ ഒരു പുതിയ വിധത്തിലുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഇന്ത്യനെ 19ാം നൂറ്റാണ്ടിൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ എന്താ കാണാൻ പറ്റുന്നത്, ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ. ആ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ആണ് പിന്നത്തെ ഇമ്പോർട്ടന്റ് ഫോഴ്സ് ആയിട്ട് 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും കടന്നു പോകുന്നത്. അപ്പൊ ഈ മെർക്കന്റ് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ കച്ചവടക്കാരുടെ ക്യാപിറ്റലിസം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എക്സസൈസ് ചെയ്തത് മൊണോപോളിസ്റ്റിക് കൺട്രോൾ ആണ്. ഇന്ത്യൻ ട്രേഡിന്റെ മൊണോപോളി ആയിട്ടുള്ള ട്രേഡാണ്, അവരുടെ ഒറ്റ ട്രേഡ് എന്നുള്ള ലെവലാണ്. അതിന്റെ കാരണം ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ വന്നു 1757. അപ്പോ ഇന്ത്യയുടെ ധനം അതിനെ പ്ലണ്ടർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അതിനെ ലൂട്ട് ചെയ്തെടുക്കുക കൊളോണിയൽ ഗവൺമെന്റ് മുഖാന്തരം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ സർവൻസ് മുഖാന്തരം. അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ലണ്ടനിൽ വരികയും ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൂടെ ഇവിടെ ഫ്രീ മാർക്കറ്റ് ഇംഗ്ലണ്ടിന്റെ ഫ്രീ മാർക്കറ്റ് ഇവിടെ ഇൻഡസ്ട്രീസ് തുടങ്ങിയും. അപ്പൊ എന്ത് പറ്റി, ഇന്ത്യ ട്രാൻസ്ഫറായി. ഇന്ത്യനെ എങ്ങനെ മാറ്റിയെടുത്തു, ട്രാൻസ്പോർട്ടർ ഓഫ് കോട്ടൺ ഗുഡ്സ് ഹോൾ വേൾഡിലേക്കുള്ള ട്രാൻസ്പോർട്ടർ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. മൊണോപൊളിറ്റിക് ട്രേഡ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ. അവരുടെ കൾമിനേറ്റിംഗ് വരുന്നത് 1813, കൾമിനേറ്റിംഗ് 1858 വരെ. ഈ ഗവൺമെന്റ്, അതായത് ഗവൺമെന്റിനെ ഇന്ത്യൻ ഗവൺമെന്റിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷ് ക്രൗണിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടുന്ന കാലഘട്ടം വരെ അത് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഫസ്റ്റ് വേൾഡ് വാർ ടൈം 1914 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിൽ ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ ആ എംഫസൈസ് എവിടെയാ വരുന്നത്, ഡയറക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ. നേരിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അവിടെ വരുമ്പോൾ ട്രിബ്യൂട്ട് ആയിട്ട് വരുന്നു. ഇന്ത്യയിൽ വന്നിട്ട് അവിടെ ട്രിബ്യൂട്ട് ആയിട്ട് വരികയും അവിടെ മാർക്കറ്റ് ഉണ്ടാക്കുകയും ബ്രിട്ടീഷ് ഗുഡ്സ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ദത്ത് പറയുന്നത് ഈ മാർക്സിസ്റ്റ് അനാലിസിസ് വഴി ഈ ആപ്ലിക്കേഷൻ വന്നപ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ്റെതായ ഒരു നാഷണലിസം ഡെവലപ്പായി. ഈ ഡെവലപ്പ് ആവുന്നത് എപ്പോഴാണ്, നമ്മള് ഫസ്റ്റ് വാർ എന്ന് പറഞ്ഞിട്ട് റിവോൾട്ട് ഓഫ് 1857 ഉണ്ടല്ലോ, അതിലാണ് ഇതിൽ എസെൻഷ്യൽ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. റിവോൾട്ട് പഴയ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂഡൽ ലോർഡ്സിന്റെയും അവരെ ഡീത്രോൺ ചെയ്യുന്നതിന്റെ ഈ കാലഘട്ടങ്ങളിൽ അതിന്റെ പരിണാമമായിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് തുടങ്ങുകയാണ്. അവിടെ തുടങ്ങുന്നത് 1800 ഇന്ത്യൻ റിവോൾട്ട് എന്നാണ്, ഇൻഡിപെൻഡൻസ് റിവോൾട്ട് അല്ലെങ്കിൽ സിപ്പോയ് റിവോൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, എങ്ങനെ വേണമെങ്കിലും പരാമർശിക്കാം. അവിടെ നിന്നാണ് ഇത് നാഷണൽ മൂവ്മെന്റ്. ലാസ്റ്റ് ക്വാർട്ടർ 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ നാഷണൽ മൂവ്മെന്റ് അവിടെ തുടർന്ന് വരികയും കൂടാതെ ഈ മൂവ്മെന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ലെവലിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത് 1885. അപ്പോ ദത്തയുടെ അഭിപ്രായത്തിൽ
ആക്ടിവിറ്റീസ് ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിലും ഈ എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ളതും നടന്നു തുടങ്ങിയിട്ടുണ്ട്. AO ഹോം, അതായത് ബ്രിട്ടീഷ് റെപ്രസെന്റേറ്റീവ് സ്റ്റാഫ് ആണെങ്കിൽ കൂടിയും AO ഹോമിന് ഈ റെബല്യനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒഫീഷ്യലായിട്ടും ലോയലിസ്റ്റ് ആയിട്ടുള്ള ഒറിജിൻസിനെ പറ്റിയും എടുത്തു പറയുന്നു. അപ്പോൾ പോപ്പുലർ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ രാജ്യത്തിലെ നാഷണൽ സെന്റിമെന്റ്സിനെ പറ്റി പറഞ്ഞു പോകണം, ആന്റി കൊളോണിയൽ ഫീലിങ്സിനെ പറ്റി പറഞ്ഞു പോകണം, കോൺഗ്രസിന്റെ സ്റ്റെപ്പ്, കൊളോണിയലിസത്തിനെ പറ്റിയും ലീഡർഷിപ്പിനെ പറ്റിയും ആൾക്കാരുടെ മൂവ്മെന്റ്സിനെ പറ്റിയും ഒക്കെ ദത്ത് പറയുന്നു. കൂടാതെ ദത്ത് അനലൈസ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് നാഷണലിസ്റ്റ് ചേഞ്ചിങ്, അതേമാതിരി ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, അതിന്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത്, നാഷണൽ നമ്മുടെ ലാൻഡ് ലോഡ്സിന്റെ ഗ്രോത്ത്, പുതിയതായിട്ട് വന്ന ബൂർഷായിത്വം, പുതിയതായിട്ട് വന്ന ഇന്റലക്ച്വൽ എലിമെന്റ്സിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നു. കൂടാതെ മോഡറേറ്റ് ഫേസിൽ കോൺഗ്രസിന്റെ നമ്മൾ ഇന്ത്യൻ നാഷണലിസത്തില് രണ്ട് മോഡറേറ്റിലായിട്ടുള്ള ഒരു വിചാരങ്ങളുണ്ട്. രണ്ടാമത്തെ ഭാഗത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കാലഘട്ടത്തിൽ ഈ ബൂർഷായിത്വത്തിനെ അസേർട്ട് ചെയ്യും, വാർ എക്സ്ട്രീം ആയിട്ട് എക്സ്ട്രീം പോളിസികൾ എടുക്കണമെന്ന് ഇന്ത്യൻ നാഷണലിസത്തില് നമ്മൾ ഡിവിഷൻ വന്നിട്ടുണ്ട്. മോഡറേറ്റ് ഫേസും, അതായത് കോൺഗ്രസിന്റെ അകത്ത് തന്നെ ഭിന്നിപ്പുണ്ടായി എന്നുള്ളതാണ് അതിന്റെ ഇന്ത്യൻ നാഷണലിസത്തിൽ നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ കാലഘട്ടത്തിൽ എന്താ കാണുന്നത്? ഇന്ത്യയിലുള്ള കർഷകന്മാരും അതേമാതിരി വർക്കിംഗ് ക്ലാസ്സും ഒരുമിച്ച് ചേർന്ന് ഓൺഗോയിങ് മൂവ്മെന്റ് ആയിട്ട് കൊണ്ടുവരുന്നു. അവര് കാലത്തിന്റെ ഒപ്പത്തിനൊപ്പം അവരും ഓൺഗോയിങ് മൂവ്മെന്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ലീഡർഷിപ്പ്, കോൺഗ്രസ് ലീഡർഷിപ്പ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് പ്രോപ്പർ ക്ലാസ്സിൽ കൂടെ നാഷണലിസ്റ്റ് മൂവ്മെന്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ദത്ത് പർട്ടിക്കുലറായിട്ട് ക്രിട്ടിക്കലായിട്ടും ഗാന്ധിനെ പറ്റിയും അതേമാതിരി ഗാന്ധിയുടെ പ്രോമിനന്റ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ഇൻഫ്ലുവൻസിനെ പറ്റിയും പരാമർശിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സമയത്ത്, കോപ്പറേഷൻ വിഡ്രോ ചെയ്യുന്ന സമയത്ത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടായിട്ട് മാറുമെന്നും പരാമർശിക്കുന്നുണ്ട്. ഇത് കൂടാതെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് എന്ന് വെച്ചാൽ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിൽ കൂടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് സഡൻലി പെട്ടെന്നായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണത്. അതിന്റെ ഇഫക്റ്റ് വന്ന് ഇങ്ങനെ കയറി പോകുമ്പോ ഇവിടെ ദത്ത് രണ്ട് ക്യാരക്ടറിനെ പറ്റി പരാമർശിക്കുന്നു. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസ് അസ്യൂം ചെയ്ത ലീഡർഷിപ്പ് റോളിനെ പറ്റി, അതായത് ഈ വലിയ മൂവ്മെന്റിൽ കോൺഗ്രസിന്റെ നേതൃത്വം എന്തായിരുന്നു, മാസ് മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തു പോകുന്നതിൽ എന്തായിരുന്നു. രണ്ടാമതായിട്ട് പറയുമ്പോൾ കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന്റെ ഈ അടുത്ത ഭാഗമായിട്ട് പറയുന്നത് ഇതിൽ എത്രത്തോളം ഷബട്ടാച്ച് അല്ലെങ്കിൽ എത്രത്തോളം വ്യതിയാനങ്ങൾ വരുന്നുണ്ട്, റെസ്ട്രിക്റ്റ് എത്രത്തോളം ചെയ്യുന്നുണ്ട്, പ്രോപ്പർട്ടി ക്ലാസിഫൈഡ് ആണോ, കോപ്പറേറ്റിംഗ് ആണോ, കൊളോണിയൽ ഗവൺമെന്റിൽ എന്ത് ചെയ്യുന്നു. കൂടാതെ ദത്ത് അനലൈസ് ചെയ്യുന്നു കൊളോണിയൽ എക്കോണമിനെയും നാഷണലിസ്റ്റ് മൂവ്മെന്റിനെയും ഒക്കെ അനലൈസ് ചെയ്തെടുക്കുമ്പോൾ മാർക്സിസ്റ്റ് ഹിസ്റ്റോഗ്രാഫിയിൽ കൂടെ ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് DD കോസാംബിയാണ്. DD കോസാംബിന്റെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള മാർക്സിസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയനാണ്. അപ്പോൾ ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനായ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോ ഇവിടെ റോമീല താപ്പോർ കോസംബിന്റെ ഒരു ഇന്ത്യൻ ഹിസ്റ്റോഗ്രാഫിനെ പറ്റി പറഞ്ഞു വരുന്നുണ്ട്. ജെയിംസ് മില്ലിനെ പറ്റിയും വിൻസെന്റ് മില്ലിനെ പറ്റിയും പരാമർശിക്കുന്നു. ഈ മില്ല് ഇന്ത്യ ചരിത്രത്തിനെ മൂന്ന് കാലഘട്ടമായിട്ട് പിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേമാതിരി 3 പാർട്സ് ആയിട്ടും പിരിച്ചിട്ടുണ്ട്. അതിന്റെ പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദു ഭാഗം, മുസ്ലിം ഭാഗം, ബ്രിട്ടീഷ് ഭാഗം. വിൻസെന്റ് സ്മിത്ത് എന്താ പറയുന്നത്, ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഓരോ ഹിസ്റ്റോറിക്കൽ ആയിട്ട് വരുമ്പോൾ ക്രോണോളജിക്കൽ ലൈനിൽ, അതായത് ക്രോണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടന്ന സംഭവങ്ങൾ നടന്ന വർഷത്തിനെയാണ് നമ്മൾ ക്രോണോളജി എന്ന് പറയാ. ആ ഓർഡറിൽ എങ്ങനെയൊക്കെ നടന്നു, എന്തൊക്കെ നടന്നു. മില്ല് കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണോ പർട്ടിക്കുലർ ആയിട്ട് പോപ്പുലാരിറ്റി, ഇന്ത്യൻ പോപ്പുലാരിറ്റിനെ പറ്റി സ്ട്രോങ് ആയ സിവിലൈസേഷൻ ആണെന്ന് എടുത്തു പറയുന്നു. അതേമാതിരി
സ്മിത്ത് ജനറലായിട്ട് പറയുന്നത് വേഗമായിട്ടുള്ള വാല്യൂ ജഡ്ജ്മെന്റ്സിനെ പറ്റിയും ക്രോണോളജിക്കൽ ഡൈനാസ്റ്റിക് നറേറ്റീവ്സിനെ പറ്റിയും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് അറിയാൻ പറ്റുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് ഇതൊക്കെ ഒരു ഡിഫറെന്റ് വ്യൂസ് ആണ്. ഹിസ്റ്ററിന്റെ ഡിഫറെന്റ് വ്യൂസിലായി കൂടെയാണ് പോകുന്നത്. ഇവിടെ സ്മിത്തും ക്രോണോളജിക്കൽ അക്കൗണ്ട്സും മില്ലിന്റെ റിലീജിയസ് ആയിട്ടുള്ള പീരിയഡൈസേഷൻ, കാലഘട്ടം, മില്ല് പറയുമ്പോൾ ഓരോ കാലഘട്ടം, സ്മിത്ത് പറയുമ്പോൾ ഓരോ വർഷങ്ങൾ, ക്രോണോളജി, ഡൈനാസ്റ്റി വന്നത് ഏത് വർഷം ഏത് കാലഘട്ടം എന്നുള്ളതാണ്. രണ്ടും കൂടെ പോകുന്നു. അപ്പോ ഇവിടെ കൊസാംബിന്റെ ഉദ്ദേശത്തിൽ എന്താ, ഇത് രണ്ടും ഒരു സൂപ്പർഫിഷ്യൽ ആണ്. ഹിസ്റ്ററിയിലെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ബ്ലണ്ട് ചെയ്തെടുക്കാണ്, സൊസൈറ്റീനെ ബ്ലണ്ട് ചെയ്തെടുക്കാണ്, പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടിയെടുക്കുകയാണ് ഇവിടെ കൊസാംബി ചെയ്യുന്നത്. അപ്പോ ഹിസ്റ്ററി, അപ്പൊ അങ്ങേർക്ക് കൊസാംബിക്ക് ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള വരുമ്പോ അത് പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ എന്താ? പ്രസന്റേഷൻ താരതമ്യേന ഇയർ വൈസ്, അതായത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരുടെ സക്സസീവ് ആയിട്ട് ഡെവലപ്മെന്റ്സ്, അതിന്റെ അർത്ഥം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കൂടെ വരുമ്പോൾ നമ്മൾ ഡെഫിനിഷൻ നോക്കുന്നു, റീസണബിൾ ആയിട്ടുള്ള പ്രീ ലിറ്ററേറ്റ് ഹിസ്റ്ററി. അവിടെ ടേംസിൽ പ്രീ ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്ന രണ്ട് ക്ലാസുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. പിന്നെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യണം ഹിസ്റ്ററിന്റെ ക്ലാസ് സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റീനെ ക്ലാസ് സൊസൈറ്റീനെ അനലൈസ് ചെയ്യണം, ആ ഡിഫറൻസസ് കണ്ടുപിടിക്കണം. ആ ഡിഫറൻസസിന്റെ ഓരോ ക്ലാസ്സിലുമുള്ള ഡിഫറൻസിന്റെ ടോപ്പും അതേമാതിരി ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങളും കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. ഇത് കൂടാതെ നമുക്ക് കാണാൻ പറ്റും മാർക്സിസത്തില്, അതായത് തുടക്കമായ മാർക്സിസത്തിന് ശേഷം കൊസാംബി റെഫറൻസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേണം. മാർക്സിസ്റ്റ് പോളിസി നല്ലതാണ്, സിദ്ധാന്തം നല്ലതാണ്, പക്ഷെ അതിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് റിജിഡ് ആയിട്ട് പോകാൻ പാടില്ല, ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് എടുത്തു പറയുന്നു. ഈ എംഫസൈസ് ചെയ്യുന്നത് എന്താണ്? ഇക്കണോമിക് ടേംസിനെ പറ്റിയാണ്, അതായത് ധനപരമായ കാര്യങ്ങളെ പറ്റിയാണ് എടുത്തെടുത്ത് പറയുന്നത്. ആ മാർക്സിസത്തില് പ്രോഫിറ്റബിള് അല്ലെങ്കിൽ ഹിസ്റ്ററിന്റെ പഠനം അല്ലെങ്കിൽ ചരിത്രത്തിന്റെയും സൊസൈറ്റീനെയും പറ്റിയും പറഞ്ഞ് പരാമർശിക്കുന്നുണ്ട്. അപ്രോച്ചിൽ കൂടെ നോക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ, ഇന്ത്യൻ ഹിസ്റ്ററിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ മുഖാന്തരം. മേജർ പുസ്തകങ്ങൾ ഏതാണ്? ഫസ്റ്റ് പുസ്തകം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഹിസ്റ്ററി 1956. അതിനുശേഷം എക്സ്പാർഡേറ്റിംഗ് എസ്സേസ് ആണ് ഇത്. അതേമാതിരി എക്സസൈസ് ഇൻ ഡയലക്റ്റിക്കൽ മെത്തേഡ് 1957 എഴുതിയത്. പിന്നെ ഇത് മിത്ത് ആൻഡ് റിയാലിറ്റി, സ്റ്റഡീസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയുള്ള ഫോർമേഷൻ എങ്ങനെയാണ് 1962. അതിനുശേഷം വരുന്നത് ദ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ഇന്ത്യൻ ഏൻഷ്യന്റ് ഇന്ത്യ ഇൻ ഹിസ്റ്റോറിക്കൽ ഔട്ട്ലൈൻ 1965. അപ്പൊ കൊസാംബിയുടെ ഈ അപ്രോച്ച് ഹിസ്റ്ററിയുടെ പ്രൊജക്ഷനിൽ കൂടിയും എവിഡന്റ് നമുക്ക് ക്ലിയർ ആയിട്ട് രണ്ട് മാർക്സിസ്റ്റ് കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷനും സ്ലേവറിയും. പിന്നെ വരുന്നത് മാർക്സിസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഫ്യൂഡലിസം, ഇന്ത്യയിലുള്ള ഫ്യൂഡലിസം. അത് മാത്രമല്ല, ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ട്രാൻസിഷൻ, ചേഞ്ചുകൾ, ഓരോ ട്രൈബിൽ നിന്ന് കാസ്റ്റിലേക്കും അവിടെ നിന്ന് ഉള്ള ചേഞ്ചുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ അഭിപ്രായ പ്രകാരം ഈ എൻറ്റയർ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ വ്യത്യാസപ്പെട്ട ട്രൈബൽ എലിമെന്റ്സ് ആണ്. ട്രൈബൽ എന്ന് വെച്ചാൽ നമ്മൾ കാട്ടുരാജാക്കന്മാരുടെ നല്ല ലെവലിൽ അതിൽ നിന്ന് വളർന്ന് ഫ്യൂസ് ചെയ്ത് ജനറൽ സൊസൈറ്റിയിലേക്ക് വരുന്നു എന്നാണ് അഭിപ്രായത്തിൽ കൊസാംബി പറയുന്നത്. മോസ്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് ഇന്ത്യൻ സോഷ്യൽ ഫീച്ചറിനെ പറയാണ് കാസ്റ്റ് എന്ന് പറയും. നമ്മൾ കാസ്റ്റിനെ പറ്റി നെയിമായിട്ട് എടുത്തു പറയുന്നത് കാസ്റ്റിനെ പറ്റിയാണ്. അപ്പോ ഇവിടെ ലിറ്ററേച്ചറും കൾച്ചറും കൊസാംബി അഡോപ്റ്റ് ചെയ്യുന്നത് കൺവെൻഷണൽ മാർക്സിസ്റ്റ് അപ്രോച്ചിൽ കൂടിയാണ്.
അതിന്റെ ബേസും സൂപ്പർ സ്ട്രക്ചറും മാർക്സിസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള സൂപ്പർ സ്ട്രക്ചർ വെച്ചുകൊണ്ടാണ് അത് ചെയ്തു പോകുന്നത്. കൂടാതെ കൾച്ചറൽ പ്രൊഡക്ഷൻ, ലിറ്റററി പ്രൊഡക്ഷൻ, അതേമാതിരി ഇക്കണോമിക് സ്ട്രക്ചർ, ആ ഓരോ കാലഘട്ടത്തിലുള്ള ഇക്കണോമിക് സ്ട്രക്ചറിനെ പറ്റിയും പരാമർശിക്കുന്നു. ഇത് കൂടാണ്ട് പിന്നെ പറയുന്നത് ഭഗവത്ഗീതേനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ പ്രോഡക്റ്റ് ഫ്യൂഡൽ സൊസൈറ്റിയിൽ എന്ത് വിധത്തിലായിരുന്നു എന്നുള്ളതും പറയുന്നു. ഈ ഗീതയിൽ പ്രീച്ച് ചെയ്തിട്ടുള്ള ഐഡിയോളജി ആ കാലഘട്ടത്തിലുള്ള ഫ്യൂഡൽ രാജാക്കന്മാരുടെ, അതേമാതിരി രാജാക്കന്മാരുമായിട്ട് സംബന്ധപ്പെട്ട ആൾക്കാരുടെ പേഴ്സണൽ ലോയൽറ്റി, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാൻഡ് ലോർഡും അല്ലെങ്കിൽ നമുക്ക് പറയാം ടെനന്റ്, കർഷകനും ലോർഡുമായിട്ടുള്ള ഒരു സംബന്ധം, ബാരൻ ടു കിങ് ഓർ എംപറർ, അല്ലെങ്കിൽ സാമന്ത, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സാമന്തയും രാജാവുമായിട്ടുള്ള കണക്ഷൻ. ഇങ്ങനെ ഇത് കൂടാണ്ട് മെസംബി ആ കാലഘട്ടത്തിൽ ഡെവലപ്പായ ഭക്തി മൂവ്മെന്റിനെ പറ്റിയും എടുത്തു പറയുന്നുണ്ട്. ഭക്തി മൂവ്മെന്റ് ഈ ഫ്യൂഡൽ ഐഡിയോളജിയിൽ കൂടെ വന്ന കാലഘട്ടത്തിൽ വന്ന ഒരു കാര്യമാണ്. അതായത് ലോയൽറ്റി ടു ഗോഡ്, ദൈവത്തിനോടുള്ള സ്നേഹം, ദൈവത്തിനോടുള്ള വിശ്വാസം, എങ്ങനെ എത്രത്തോളം ഡിവോഷൻ ഉണ്ട്, എത്രത്തോളം റൂളേഴ്സ് ഉണ്ട് എന്നുള്ളതും പരാമർശിച്ചു പോകുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബിപിൻ ചന്ദ്ര. ബിപിൻ ചന്ദ്രന്റെ മേജർ ഹിസ്റ്റോറിയൻ ആണ് മോഡേൺ ഇന്ത്യ ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെന്റിൽ. അങ്ങേറെ ഡിസിപ്ലിൻ, ദത്തയുടെ ഇന്ത്യൻ നാഷണലിസത്തെ പറ്റിയും അതേമാതിരി ദത്തയുടെ വ്യൂ ആയിട്ടും ഡിസഗ്രി ചെയ്യുന്നു, അത്രത്തോളം എഗ്രി ചെയ്തു പോകുന്നില്ല. ബിപിൻ ചന്ദ്രയുടെ ഫസ്റ്റ് ബുക്കില് ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ 1966 ബിപിൻ ചന്ദ്ര ആർഗ്യൂ ചെയ്യുന്നു, ഐഡിയാസ് ഇന്ത്യയിലെ ഡയറക്റ്റ് റിഫ്ലക്ഷൻ ഉള്ള ഇക്കണോമിക് ബേസിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അഭിപ്രായത്തിൽ ഓട്ടോണമിയും വെഹിക്കിൾസിന്റെ ആക്ഷനും, ഇന്റലക്ച്വൽ ആയിട്ടുള്ളവർ സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റിലേറ്റീവ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ്, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ക്ലാസ് വരുന്നതിന് അത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ പറ്റിയും ഷിയർ നമുക്ക് പറയാം മെക്കാനിക്കൽ ആയിട്ടുള്ള മെറ്റീരിയലിസം ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ബിപിൻ ചന്ദ്രയുടെ അഭിപ്രായ പ്രകാരം ഇന്ത്യൻ നാഷണലിസ്റ്റ് ലീഡേഴ്സ് എല്ലാം വളരെ ബുദ്ധിമാന്മാരും, പക്ഷെ അതേ സമയം തന്നെ നാരോ ഇൻട്രസ്റ്റ്, പെർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് നാരോ ഇൻട്രസ്റ്റും ഉള്ളവരാണ് എന്നുള്ളതാണ് അഭിപ്രായപ്പെട്ടു വരുന്നത്. കൂടാതെ ഇവിടെ റെപ്രസെന്റേഷൻ ചെയ്തു വരുന്നത് ക്ലാസ് ഇൻട്രസ്റ്റിനെ പറ്റിയും അവരുടെ ജന്മസിദ്ധമായ ക്ലാസ് ബർത്തിനെ പറ്റിയും പരാമർശിക്കുന്നു. ക്ലാസിക്കൽ ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ അതിനെ പരാമർശിക്കാൻ പറ്റും. കൂടാതെ നാഷണലിസ്റ്റിക് ലീഡേഴ്സിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിസ്റ്റിനെ പറ്റിയും ക്യാപിറ്റലിസം പെർട്ടിക്കുലർ ആയിട്ട് എടുത്തു പറയുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ പറ്റിയും ആ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിൽ കൂടെയുള്ള ക്യാപിറ്റലിസ്റ്റ് ഗ്രോത്തിനെ പറ്റിയും എക്കണോമിക് ആയിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇക്കണോമിക്കലി എന്ത് വരുന്നു എന്നുള്ളതും പരാമർശിച്ചു പോകുന്നു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ പറ്റി പരാമർശിക്കുകയാണെങ്കിൽ അത് ദത്തയുടെ ക്രിറ്റിസിസത്തിൽ കാണുന്നുണ്ട്. ദസ്സില് ബുക്ക്, ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് നാഷണലിസം ആൻഡ് കൊളോണിയലിസം ഇൻ മോഡേൺ ഇന്ത്യ 1979. ഇതിൽ കൂടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ചാല് ലീഡേഴ്സിന് ജനറേഷനുള്ള ഫോം, ക്രിസ്റ്റലൈസേഷനുള്ള ഫോം, ഇമ്പീരിയലിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജി, മോഡേൺ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അങ്ങനെ പരാമർശിച്ച ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ പറ്റിയും നല്ല വൃത്തിയായിട്ട് പരാമർശിക്കുന്നു. കൂടാതെ ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ബുക്കിൽ 1857 മുതൽ 1947 വരെ ഇതിൽ മൂവ്സ് പോകുന്നത് എന്താണ്, കൺവെൻഷണൽ മാർക്സിസ്റ്റ് തിങ്കിങ്ങിനെ പറ്റിയും അതിന്റെ അഡോപ്ഷനെ പറ്റിയും സ്റ്റഡി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്. ഈ നാഷണൽ ലീഡേഴ്സ് ആ കാലഘട്ടത്തിൽ ഏത് വിധത്തിൽ വാറിന്റെ പൊസിഷനെ പറ്റിയും അതേമാതിരി അറ്റൈൻമെന്റ് എങ്ങനെയാണ് നമ്മളുടെ ഗോൾ അറ്റൈൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നുണ്ട്. ചന്ദ്ര അതേമാതിരി ബിപിൻ ചന്ദ്ര പിന്നെ പറയുന്നത് നാഷണലിസ്റ്റ് മൂവ്മെന്റിലെ ഓൾ ക്ലാസ് മൂവ്മെന്റ് ആണെങ്കിൽ കൂടിയും ഓപ്പർച്യൂണിറ്റിയും സ്പേസും എല്ലാ ക്ലാസ്സിനും കിട്ടണം.
അതേമാതിരി കോൺഗ്രസിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നാഷണലിസ്റ്റ് മൂവ്മെന്റിൽ പരാമർശിക്കുന്നത് ആ സ്ട്രഗിൾ പീരീഡ് ഉണ്ടല്ലോ, 1885 മുതൽ 1947 വരെയുള്ള അതൊരു ഒരു ഒരു മൂവ്മെന്റ് ആണ്, പാർട്ടിയുടെ തന്നെ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് പരാമർശിച്ചു വരുന്നത്. കൂടാതെ വളരെ ക്രിട്ടിക്കലായിട്ട് സെവറൽ ബാക്കിയുള്ള ഹിസ്റ്റോറിയൻസിന്റെ ഹിസ്റ്ററി റൈറ്റിങ്ങിനെ പറ്റിയും അതേമാതിരി കൊളോണിയൽ ടൈമിൽ ഇന്ത്യ ഉണ്ടായിരുന്നതിനെ പറ്റിയും ബ്രിട്ടീഷ് ടൈമിൽ ഇന്ത്യ ബ്രിട്ടന്റെ കീഴിൽ വന്നപ്പോൾ അതിനെ പറ്റിയും ക്ലാസസിനെ പറ്റി ഗ്രൂപ്പിനെ പറ്റി അതേമാതിരി തന്നെ കംപ്ലീറ്റ് ആയിട്ട് ബിപിൻ ചന്ദ്ര കൺവെൻഷൻ ആയിട്ട് മാർക്സിസ്റ്റ് ഇന്റർപ്രിട്ടേഷനെ പറ്റിയൊക്കെ എടുത്തു പറയുന്നു. ഇനി നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് അടുത്ത റൈറ്ററായ ഇർഫാൻ ഹബീബിനെ പറ്റിയാണ്. ഇർഫാൻ ഹബീബ് സോഷ്യലൈസേഷൻ എടുത്തു വരുന്നത് ആ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ മെഡീവൽ പീരീഡ്, വളരെ പ്രധാനമായിട്ട് പറയേണ്ടത് മെഡീവൽ പീരീഡിനെ പറ്റിയാണ് ഇർഫാൻ എഴുതിയിട്ടുള്ളത് ഹിസ്റ്ററിയിൽ. അപ്പോ ഈ ഇതിലൊക്കെ ഇർഫാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഓരോ മൂവ്മെന്റിനെ, പെർട്ടിക്കുലർ മൂവ്മെന്റിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതായത് മുഗൾ എക്കോണമി, മുഗൾ ഹിസ്റ്ററി, അഗ്രേരിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ 1963 നടന്നത്, അതിന്റെ കാലഘട്ടത്തിൽ പെസൻട്രി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു, കോൺട്രഡിക്ഷൻസ് എങ്ങനെയായിരുന്നു, ജമീന്ദാസും അൺടച്ചബിൾസും, സൊസൈറ്റിയിലുള്ള അൺടച്ചബിൾസും സൊസൈറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ട്രൈബ്സിന്റെ റിലേഷൻഷിപ്പ്, ഇതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ കാലഘട്ടത്തിൽ ലാൻഡ് റവന്യൂ സസ്റ്റെയിൻ ചെയ്തു വരുന്നത് ഈ അർബൻ സെക്ടറിൽ നിന്നാണ്. അതുകൂടാതെ ഹയർ കളക്ഷൻസ് വരുന്നത് അതേമാതിരി ജമീന്ദാസിന്റെ ഓൺ ഷെയർ സർപ്ലസ് ആവുക, അങ്ങനെ പെസൻസ് അല്ലെങ്കിൽ കർഷകന്മാര് വിപ്ലവത്തിനുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ പോകുന്നു എന്ന് പറയുന്നു. കൂടാതെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ബാക്കിയുള്ള കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ അറ്റ്ലസ് ഓഫ് മുഗൾ എംപയർ 1982 ആ എഡിഷനിൽ പറയുന്നുണ്ട് ദ കേംബ്രിഡ്ജ് ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതും പറയുന്നുണ്ട്. ഇപ്പൊ ഇന്റർപ്രിട്ടേഷൻസിൽ പല വിധത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി മാർക്സിസ്റ്റ് പെർസെപ്ഷൻ 1995 ഇതിൽ കൂടിയൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററിനെ പറ്റി പരാമർശിച്ചു പോകുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, മാർക്സിസ്റ്റ് പോളിസികൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞത് സുബാൾട്ടൻ ഹിസ്റ്റോഗ്രാഫി എന്താണ്, സുബാൾട്ടൻ ഹിസ്റ്റോഗ്രാഫിയിലെ സീരീസ് ഓഫ് വോള്യൂം, അതിൽ കോടുന്നത് എവിടെ നിന്ന് കിട്ടുന്നു, സുബാൾട്ടൻ സ്റ്റഡീസിൽ നിന്ന്. അത് ആരാണ് എഡിറ്റ് ചെയ്തത്, രഞ്ജിത്ത് ഗുഹ. ഏത് പീരീഡില്, സീരിയസ് ആയിട്ട് തുടങ്ങുന്നത് 1982 മുതൽ 12 വോള്യൂം പബ്ലിഷ് ചെയ്തു ബൈ 2005 ആവുമ്പോഴത്തേക്കും. ഈ ആദ്യത്തെ 6 വോള്യൂം എഡിറ്റ് ചെയ്തത്, ആ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തതാണ് രഞ്ജിത്ത് ഗുഹ. ഓരോ വോള്യൂം എഡിറ്റ് ചെയ്തതും ഇൻഡിവിജ്വൽ സ്കോളേഴ്സിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റി. അതിനുശേഷം ഈ ഗ്രൂപ്പിനെ ഒരു ഗ്രൂപ്പായിട്ട് പിടിച്ചു നിർത്തി 20 കൊല്ലം. അങ്ങനെയാണ് ഈ ഹിസ്റ്റോഗ്രാഫിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവര് എഴുതി ഉണ്ടാക്കിയെടുത്തത്. ഇനി സുബാൾട്ടൻ സ്റ്റഡീസിൽ കൂടെ വരുമ്പോൾ ഒരു ന്യൂ സ്കൂൾ ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് ഡെവലപ്പ് ആവുകയാണ്. ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടംപററി ഹിസ്റ്ററി റൈറ്റിങ്ങും അതേമാതിരി തന്നെ അവരുടെ കോർ ഗ്രൂപ്പില് വോളിയം ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഉണ്ട്. വോളിയം ആയിട്ടാണ് അവർ എഴുതി പോകുന്നത്. ആ 3 വോളിയമിലും ഇതേമാതിരിയുള്ള ഹിസ്റ്റോറിയൻസിന്റെ അസോസിയേഷനും അവരുടെ തീംസും വേരിയസ് ഡിറക്ഷൻസ് എന്തൊക്കെയായിരുന്നു, ഇൻക്ലൂഡിങ്, അതായത് ഇന്ത്യ കൂടാതെ തേർഡ് വേൾഡ് കൺട്രീസിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മാർക്സിസ്റ്റ് സോഷ്യൽ ഹിസ്റ്ററീസിനെ പറ്റി, വെസ്റ്റേൺ ഹിസ്റ്ററീസിനെ പറ്റിയൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട്. ഇതിൽ നമ്മൾക്ക് സുബാൾട്ടൻ ഹിസ്റ്റോഗ്രാഫിയിൽ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എലൈറ്റിസം, 2 ഗ്രൂപ്പിന്റെ എലൈറ്റിസം ആണ്, കൊളോണിയൽ എലൈറ്റിസം ആൻഡ് ബുർഗോയിഷ് നാഷണലിസ്റ്റ് എലൈറ്റ്. പിന്നെ നമുക്ക് നോക്കുന്നത് ഹിസ്റ്റോഗ്രാഫിയില്, സുബോൾട്ടൻ ഹിസ്റ്റോഗ്രാഫിയില് പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ കോമൺ പീപ്പിളിനെ പറ്റിയുള്ള, അതായത് സാധാരണക്കാരുടെ പോയിന്റിനെ പറ്റി എടുത്ത് പരാമർശിക്കുന്നു. അതായത് പെസന്റ്, ലോവർ ക്ലാസ്, എക്സ്പ്ലോയിറ്റഡ് ക്ലാസിനെ പറ്റിയൊക്കെ പരാമർശിച്ചു വരുന്നു. കൂടാണ്ട് എലൈറ്റ് ഗ്രൂപ്പിൽ തന്നെ അവരുടെ ഐഡിയാസും എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതും ഈ പ്രോജക്റ്റ് വഴി അവര് കാണിക്കുന്നു. ഹിസ്റ്റോറിയൻസ് ആ കാലഘട്ടത്തിൽ സുബാൾട്ടൻ ക്ലാസ്സസിൽ അവർ ഏത് വിധത്തിൽ
ആലോചിക്കുന്നു, ഏത് വിധത്തിൽ ആക്ട് ചെയ്യുന്നു, ഏത് വിധത്തിൽ പാസീവായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ഷനും അതേമാതിരി കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസും പ്ലാൻസും ഇൻക്ലൂഡിങ് നമുക്ക് വേണമെങ്കിൽ പറയാം വിപ്ലവങ്ങൾ കൂടെ കൂട്ടിച്ചേർത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എടുത്ത ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് അതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക. എന്തൊക്കെയായിരുന്നു പൊളിറ്റിക്കൽ ഐഡിയോളജി, സോഷ്യൽ ഈവിൾസ് എന്തായിരുന്നു, സോഷ്യൽ ലെവലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ സുബാൾട്ടന്റെ ഡൊമിനിയൻ ഏതാന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ക്ലാസ്സസിനെ അതിന്റെ കൂടാണ്ട് ഓട്ടോണമസ് ആയിട്ടുള്ളതും ലിമിറ്റഡ് ആയിട്ടുള്ളതും പരാമർശിക്കുന്നു. ഓർഗനൈസേഷണൽ ലെവലിൽ വരുമ്പോ പൊളിറ്റിക്സിനെ പറ്റി, ഓട്ടോണമസ് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ പറ്റിയും ട്രഡീഷണൽ കോഴ്സിനെ പറ്റിയും കാസ്റ്റ്, ട്രൈബ്, കിൻഷിപ്പ്, വർക്ക്ഷിപ്പ് ഇതിനെപ്പറ്റി നെറ്റ്വർക്ക് എല്ലാം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇനി സബാൾട്ടൻ ക്ലാസസിൽ ഇൻഫ്ലുവൻസ് വരുമ്പോ ട്രഡീഷണൽ റിലീജിയസ് ഐഡിയോളജി, കൊളോണിയൽ ഐഡിയോളജി, ബ്യൂറോക്രാറ്റിക് നാഷണലിസ്റ്റ് ഐഡിയോളജി ഇതിനെയൊക്കെ ഫെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സബാൾട്ടൻ കോൺഷ്യസിൽ എല്ലാം അവരെടുത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നെ മൊബിലൈസേഷൻ, എലൈറ്റ് മൊബിലൈസേഷൻ വെർട്ടിക്കലായിട്ടും ഹെറാർക്കിക്കലായിട്ടും എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നു. ഇപ്പൊ നമ്മൾ പല വിധത്തിലുള്ള ഹിസ്റ്ററിയിലും ഹിസ്റ്റോഗ്രാഫി വായിച്ചു പോയിട്ടുണ്ട്, സുബാൾട്ടൻ സ്റ്റഡീസിൽ കൂടെയും കിട്ടുന്നുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുബാൾട്ടൻ ഹിസ്റ്റോറിയൻസ് ആരൊക്കെയാന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഹിസ്റ്റോറിയൻസിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അത് ആദ്യമായിട്ട് ഇതിനെ എഡിറ്റ് ചെയ്ത രഞ്ജിത്ത് ഗുഹ, ദ പ്രൈം മൂവറാണ്, പ്രോജക്റ്റാണ് സുബാൾട്ടൻ സ്റ്റഡീസിൽ. ആരംഭം തൊട്ട് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിനെ പറ്റി ക്രിട്ടിക്കലായിട്ട് എഴുതിയിട്ടുണ്ട്. ആ റൈറ്റിംഗിൽ പറ്റില്ല ഹിസ്റ്റോഗ്രാഫിയിൽ നാഷണലിസം ഉണ്ടായിരുന്നു, ഡോമിനേറ്റഡ് ബൈ എലൈറ്റിനിസം അല്ലെങ്കിൽ കോളനിസ്റ്റ് എലൈറ്റിസം, മുർഗോയിഷ് എലൈറ്റിസം എന്ന് പരാമർശിക്കുന്നു. കാരണം അതിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ. കൊളോണിയൽ നാഷണലിസ്റ്റ് ആയാലും ശരി, നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആയാലും ശരി, ഈ കാലഘട്ടത്തിൽ വരുന്നിട്ടുള്ള അവര് ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ഇഗ്നോർ ചെയ്തത് സാധാരണക്കാരായവരുടെ, കോമൺ ആയിട്ടുള്ള സാധാരണക്കാരായ പൊളിറ്റിക്സ് ആണ്. അതേ മാത്രമല്ല ഹിസ്റ്റോറിയൻസിന്റെ അക്നോളജ്മെന്റും ഇല്ല. ഇങ്ങനെ ഒരു ഏജൻസി, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ഏജൻസി ഇല്ലാത്ത വിധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രഞ്ജിത്ത് പരാമർശിക്കുന്നത്. ഹിസ്റ്ററിയില് 3 വിധത്തിലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ട് പൊളിറ്റിക്സിനെ പറ്റി പരാമർശിക്കുന്നു: കൊളോണിയൽ, നാഷണലിസ്റ്റ്, മാർക്സിസ്റ്റ് ഡിസ്കോഴ്സസ്. ഇത്രയും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകങ്ങളിൽ. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം എലിമെന്ററി ആയിട്ടുള്ള ആസ്പെക്ട്, പെസന്റ് അല്ലെങ്കിൽ അവരുടെ എലിമെന്ററി ആയിട്ടുള്ള ആക്ടിവിറ്റിനെ പറ്റി പരാമർശിക്കുന്നു, അവരുടെ കഷ്ടങ്ങളെ പറ്റിയും. റാഷണൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്തായിരുന്നു, മിത്തിക്കായിരുന്നോ, റീസൺസ് എന്തായിരുന്നു എന്നൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. കൂടാതെ ഗുഹയുടെ അല്ലെങ്കിൽ ഒരു ഡിസ്കോഴ്സിൽ എലൈറ്റ് ആയിട്ടുള്ളവര്, സെക്യുലർ സ്റ്റേറ്റ്, ഇതിനെ പറ്റിയൊക്കെ റിബല്യസ് ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത് പരാമർശിക്കാൻ പോകുന്നത് പ്രതാപ് പാർത്ഥബ ചാറ്റർജിയെ പറ്റിയാണ്. പാർത്ഥബ ചാറ്റർജിന്റെ സുഭാഷൻ ഹിസ്റ്റോറിയൻസിൽ ഉള്ള ആളാണെങ്കിൽ കൂടിയും പോസ്റ്റ് മോഡേണിസ്റ്റ്, പോസ്റ്റ് കൊളോണിയൽ തിങ്കിങ് ഉള്ള ഒരു പ്രോജക്റ്റിലാണ്. അങ്ങയുടെ പുസ്തകം നാഷണലിസ്റ്റ് ത്രൂ ഔട്ട് കൊളോണിയൽ വേൾഡ് എന്നുള്ളതാണ്. ഇത് 1986 പബ്ലിഷ് ചെയ്യും. പോസ്റ്റ് കൊളോണിയൽ ഫ്രെയിംവർക്കിനെ പറ്റി എടുത്ത് പരാമർശിക്കുകയും ചെയ്തു. ദ നേഷൻ ആൻഡ് ഇറ്റ്സ് ഫ്രാഗ്മെന്റ്സ് എന്നുള്ളത് 1993 എഴുതി, അനലൈസ് ചെയ്തു, പിന്നെയും അനലൈസ് ചെയ്തു. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിൽ അവരുടെ എന്തൊക്കെയാണ് നടന്നു വരുന്നത്, ഗാന്ധിജി തിങ്കിങ്ങിനും ഗാന്ധിജിന്റെ ഓരോ പോസ്റ്റ് എൻലൈറ്റ്മെന്റ് ഗാന്ധിജി എന്നുള്ളതിനെ പറ്റിയും ചാറ്റർജി പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ നേഷൻ ആൻഡ് ഇറ്റ്സ് ഫ്രാഗ്മെന്റ്സിൽ ചാറ്റർജി പറയുന്നത് ആന്റി കൊളോണിയൽ നാഷണലിസം ഇൻ ഇന്ത്യ, അതിനെ പറ്റിയാണ്. അതിൽ കൂടെ ഡോമിനേഷൻ ഓഫ് സോവറിനിറ്റി, ഇന്ത്യൻ കൊളോണിയൽ സൊസൈറ്റിനെ പറ്റിയും അതേമാതിരി തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്രിയേഷൻ ഉണ്ട്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഈ ഇന്റേണൽ ഡൊമിനിയൻ എന്ന് പറയുമ്പോൾ സ്പിരിച്വാലിറ്റിയും എംഫസൈസ് ചെയ്തിട്ട് മെറ്റീരിയലി അതിനെപ്പറ്റി എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനത്തെ എക്സ്റ്റേണൽ ഓർഗനൽ യൂറോപ്യൻ നോളേജ്, കൾച്ചറിനെ പറ്റിയൊക്കെ എടുത്ത് പവർ, മണി പവർ, പർസ്യൂട്ട് മണി പവർ,
പവർ, നാഷണൽ ടെക്നോളജി, ന്യൂ സയൻസ് ചാറ്റർജി ആർഗ്യൂ ചെയ്ത് എടുത്തു വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ പരാമർശിക്കാൻ പോകുന്നത് ഗജേന്ദ്ര പാണ്ഡെയാണ്. ഗജേന്ദ്ര പാണ്ഡെന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആണെങ്കിൽ കൂടിയും റൈറ്റിംഗ്സ് ഉണ്ട് സുബാൾട്ടൻ സ്റ്റഡീസിൽ. പെസന്റ് റിവോൾട്ട് ആൻഡ് ഇന്ത്യൻ നാഷണലിസം 1919 മുതൽ 1922 വരെ ആർഗ്യൂ ചെയ്യുന്നത് അവന്തിൽ നടന്ന പെസന്റ് മൂവ്മെന്റ്സും അവരുടെ കർഷകരുടെ മൂവ്മെന്റ്സിനെ പറ്റിയും അവരുടെ ഗാന്ധിയൻ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ പറ്റിയും പെസന്റിന്റെ ലോക്കൽ സ്ട്രക്ചർ എന്തായിരുന്നു, അവരുടെ അലയൻസ്, കൊളോണിയലിസത്തിലെ അലയൻസ് എന്തായിരുന്നു, അർബൻ നാഷണലിസ്റ്റ് ലീഡേഴ്സുള്ള അലയൻസ് എന്തായിരുന്നു, ഈ കർഷകരുടെ മിലിറ്റൻസി എങ്ങനെയായിരുന്നു, ഇതിനെ പറ്റിയൊക്കെ പരാമർശിച്ചിട്ടാണ് പോകുന്നത്. പാണ്ഡെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ടേം ഉണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണലിസം. കൺസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണലിസത്തിൽ കൂടെ പരാമർശിച്ചു പോകുന്നത് ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണലിസം ഇൻ നോർത്ത് ഇന്ത്യയിലാണ്. കാലഘട്ടത്തിൽ ഉത്തർപ്രദേശ്, ബീഹാർ അവിടെയൊക്കെ റൂട്ട്സ് ആയിട്ട് കമ്മ്യൂണലിസം വളരെ കൂടുതലായിരുന്നു. അതായത് ലോവർ സെമീന്ദാസ്, ആർട്ടിസൻസ്, പെസൻസ് ഇവരുടെയൊക്കെ കൾച്ചറൽ കാസ്റ്റും ക്ലാസിനെ പറ്റിയും എടുത്തു പറയുന്നു. മൊബിലിറ്റി, അതായത് അറ്റംപ്റ്റ് എന്താ ചെയ്യുന്ന വെച്ചാൽ അപ്വേർഡ് സോഷ്യൽ മൊബിലിറ്റിനെ പറ്റിയും കമ്മ്യൂണൽ പ്രോപ്പഗാൻഡയെ പറ്റിയും ബ്രൂട്ടൽ ആയിട്ടുള്ള സ്റ്റേറ്റസിനെ പറ്റിയും പറയുന്നു. അപ്പോൾ പാണ്ഡെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിംസിന്റെ കാര്യങ്ങളിൽ വെച്ച് പാണ്ഡെ പറയുന്നു, ഒരു കൊസ്ബ മുബാർപൂർ എന്ന് പറഞ്ഞ ഒരു സ്റ്റഡീസിൽ, ഇത് സുബാൾട്ടൻ സ്റ്റഡീസിൽ എടുത്തു പറയുന്നുണ്ട്, അവരുടെ ലാൻഡ് ലോർഡിന്റെയും സോഷ്യൽ ആൻഡ് റിലീജിയസ് കാര്യങ്ങള്, വീവർ ഗ്രൂപ്പിന്റെ കാര്യങ്ങളെ പറ്റി എടുത്തു പരാമർശിക്കുന്നു. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് സാധാരണമായ ഓർഡിനറി ആയിട്ടുള്ള അവരുടെ ലൈഫ് എന്തായിരിക്കും, കമ്മ്യൂണൽ റൈറ്റ്സ് വഴി ഹിന്ദുസും മുസ്ലിം അവരുടെ ഡിസ്ക്ലോസ് കൂടെ എന്തൊക്കെ വരുന്നു എന്നുള്ളതാണ് അതിൽ കൂടെ നമ്മൾക്ക് ബ്രിട്ടീഷിന്റെ ഇവരുടെ റൈറ്റിംഗ്സിൽ കൂടെ പരാമർശിച്ചു വന്നിട്ടുള്ളത്. കൂടാണ്ട് ഒരു ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ട്, പ്രോസസ് ഓഫ് ഒതൻസ് 1994 പാണ്ഡെ ക്രിട്ടിസൈസ് ചെയ്തു വരുന്നത് മോഡേണിസ്റ്റ് സെക്കുലർ സയന്റിഫിക് ഹിസ്റ്റോറിയൻസ് ആ കൊളോണിയൽ ഡിസ്കോഴ്സ് ടൈമിൽ ഉണ്ടായിരുന്നതിനെ പറ്റി എടുത്തു പറയുന്നു. കൂടാതെ ഈ ബാലൻസ് ആയിട്ടുള്ള ഹിസ്റ്ററിയില് മാർജിനൽ വോയിസസ് എന്താണ്, മെമ്മറി എന്താണ്, അല്ലെങ്കിൽ ഫൊർഗോട്ടൺ ഡ്രീംസ് എന്താണെന്ന് പറയുന്നു. കൂടാണ്ട് റിമെമ്പറിംഗ് പാർട്ടീഷൻ എന്ന് പറഞ്ഞ 2001 ഒരു പുസ്തകം എഴുതി, അതിന്റെ നീഡിൽ കൂടെ ഈ ഫ്രാഗ്മെന്റ്സ് ആയിട്ടുള്ള വോയിസസ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. ഇനി ഞാൻ പരാമർശിക്കുന്നത് ദീപേഷ് ചക്രവർത്തി. ഈ ദീപേഷ് ചക്രവർത്തി ആണെങ്കിൽ ഈ സുബാൾട്ടൻ സ്റ്റഡീസിന്റെ കോർ മെമ്പർ ആയിട്ട് കൂടിയും റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അങ്ങേരെ ഇക്കണോമിക് ഇന്റർപ്രിട്ടേഷനെ പറ്റിയാണ് കൂടുതൽ മാർക്സിസ്റ്റ് വേർഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ പർട്ടിക്കുലർ കൾച്ചറിനെ പറ്റിയും ഇൻഡസ്ട്രിയലിസ്റ്റ് റിക്രൂട്ടിംഗ്, ആൾക്കാരുടെ റിക്രൂട്ട് ചെയ്തെടുക്കുക, ജോലിക്കാരുടെ പ്രീ ക്യാപിറ്റലിസ്റ്റ് കൾച്ചർ എന്തായിരിക്കും, കമ്മ്യൂണിറ്റി എന്തായിരിക്കും, റിലീജിയൻ എന്തായിരിക്കും എന്നുള്ളത് പരാമർശിച്ചു പോകുന്നുണ്ട്. പിന്നെ എഴുതിയിട്ടുള്ളത് 2000 പ്രൊവിൻഷ്യലൈസിങ് യൂറോപ്പ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിൽ ക്രിട്ടിക്കലായിട്ട് വെസ്റ്റേൺ ഇൻഫ്ലുവൻസിനെ പറ്റിയാണ് ക്രിട്ടിസൈസ് ചെയ്ത് പോകുന്നത്. അതേമാതിരി തന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇങ്ങനെ പല വിധത്തിലുള്ള മെമ്മറികൾ കണ്ടാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് എമർജൻസി തീംസ്, ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിംഗിൽ വന്ന തീംസ് എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ തീംസിനെ പറ്റിയാണ് ആ ഹിസ്റ്ററി റൈറ്റിംഗിൽ ഫോക്കസ് ചെയ്തത്. ആ ഫോക്കസ് ചെയ്തത് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എൻവയറമെന്റൽ ഹിസ്റ്ററിയെ പറ്റിയാണ്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കലി എൻവയറമെന്റിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു, എൻവയറമെന്റൽ ക്രൈസിസിനെ പറ്റി റിഫ്ലക്ട് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ അതായത് എൻവയറമെന്റ്, നമ്മൾ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്നു, അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്റർ പരാമർശിക്കുന്നത്. ഇത് കൂടാണ്ട് ഇവിടെ വുമൺ ഇംപ്രൂവ്മെന്റിനെ പറ്റിയും എടുത്തു പറയുന്നുണ്ട്. ഇർഫാൻ ഹബീബ് നേരത്തെ ഇമ്പാക്ട് ഓഫ് മാൻ ഓൺ എൻവയറമെന്റ് എന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ റിച്ചാർഡ് ഗ്രോവ് സ്വന്തം പുസ്തകത്തിൽ ഗ്രീൻ
ഇമ്പീരിയലിസത്തിൽ കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രോബ്ലംസ്, എൻവയറമെന്റൽ പ്രോബ്ലംസ്. ഹിസ്റ്റോറിയൻസ് എൻവയറമെന്റൽ പ്രോബ്ലംസിനെ പറ്റി പറയുന്നു, കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുന്നു. എൻവയറമെന്റൽ എന്തൊക്കെ ഇഷ്യൂസ് ആണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നോക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ, ഇങ്ങനെയും പരാമർശിക്കുന്നു. അതേമാതിരി തന്നെ ഇന്ത്യൻ എൻവയറമെന്റലിസ്റ്റ് മെന്റൽ ഹിസ്റ്ററിയിലായ രാജേന്ദ്ര ഗുഹയുടെ ദ യുക്കനേറ്റ് ബുക്സിൽ ഗുഹ റൈറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വളരെ പ്രസന്റ് ഹിസ്റ്ററീസ്, അത് ആ കാലഘട്ടത്തിലുള്ള സോഷ്യൽ ഇക്കണോമിക് സിസ്റ്റംസ്, അതിൻ്റെ ഒപ്പം തന്നെ ഇക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് രാജ്യത്തുള്ള സമ്പത്തുകൾ, ജനപരമായ നമ്മുടെ ഇന്ത്യൻ സമ്പത്ത്, ഫ്ലോറ, ഫോണ, ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു, അതിന്റെ സോഷ്യൽ ചേഞ്ചസ് എങ്ങനെ വന്നു, ഓൾട്ടറേഷൻ എങ്ങനെ വന്നു, ഫോറസ്റ്റിന്റെ എക്കോസിസ്റ്റം, ആ പോസ്റ്റ് കൊളോണിയൽ ഡ്രാമാറ്റിക്കല് എങ്ങനെയാണ് എക്കോസിസ്റ്റം മാറിയത്, അല്ലെങ്കിൽ എക്കോസിസ്റ്റം ട്രഡീഷൻസ്, ഗ്രൂപ്പായിട്ടുള്ള ട്രഡീഷൻസ് വഴിയും അതിനെപ്പറ്റിയും പരാമർശിച്ചു പോകുന്നുണ്ട്. കൂടാണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഗുഹ വളരെ കറക്റ്റായിട്ട് ഹിസ്റ്റോറിക്കലി എന്താണ് നാച്ചുറൽ സയന്റിസ്റ്റ് ആയ മാധവ് ഖാർഗിൽ അങ്ങേരുടെ പുസ്തകത്തിൽ ദ ഫിസ്ലാൻഡ് ലാൻഡിൽ എന്ത് പറയുന്നു, ഫോഴ്സസ് ഓഫ് വാർ, അതേമാതിരി ഡിസീസ്, അസുഖങ്ങൾ, ഇമ്പീരിയലിസം, കൊളാബറേഷൻ, ഹിസ്റ്റോറിയൻ ഡേവിഡ് അർണോൾഡിന്റെ ഒരു ടൈറ്റിലായ ബുക്കായ ദ നേച്ചർ, കൾച്ചർ ആൻഡ് ഇമ്പീരിയൽസ്, അങ്ങനെ എല്ലാം ഈ പരാമർശങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഫ്രണ്ട്ലി പോളിസിയിൽ കൂടെ പോകണമെന്നുള്ളതാണ് പരാമർശിച്ചു പോകുന്നത്. മഹേഷ് രഞ്ജ്വാരൻ ലീഡിംഗ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒപ്പീനിയൻ പൊളിറ്റിക്കൽ എക്കോണമിയിൽ എത്രത്തോളം എൻവയറമെന്റൽ ഹിസ്റ്ററി ഫോർവേഡ് പോകുന്നു, രാജ്യത്തിന് സുരക്ഷ പാദത്തിൽ കൂടെ ഹ്യൂമൻ ഫുട് പ്രിന്റിൽ കൂടെയാണ് ഇത് വരുന്നെന്നുള്ള ലെവലിലും, അതേമാതിരി തന്നെ ഹ്യൂമൻ ഇന്ററാക്ഷൻ, ഇക്കോളജിയും എൻവയറമെന്റുമായിട്ടുള്ള മനുഷ്യ സഹജമായ ഇന്ററാക്ഷൻ, അതാണ് അതിന്റെ റീസൺ. അതായത് അല്ലെങ്കിൽ ഈ ചേഞ്ച്, ക്ലൈമാറ്റിക് ചേഞ്ചസ് ഒക്കെ വരാനുള്ള കാരണങ്ങൾ അങ്ങനെയെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് വേറെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. ലേബർ ഹിസ്റ്ററി, ലേബറിന്റെ, അതായത് ലേബർ ഗ്രൂപ്പിന്റെ, വ്യവസായ അതേമാതിരി തൊഴിലാളി ഗ്രൂപ്പിന്റെ അസോസിയേഷൻ, ആ ട്രേഡ് യൂണിയൻ വരിക, ആ ട്രേഡ് യൂണിയനിൽ കൂടെ അവരുടെ കാര്യങ്ങൾ ഇന്ത്യയിൽ ഡെവലപ്പ് ആവുന്നതിനെ പറ്റിയും എടുത്ത് പരാമർശിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ദേവൻ ചാമാൻ ലാൽ ഒരു കൂലി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നുണ്ട്. അതിൽ ദ സ്റ്റോറി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ ഇന്ത്യ, ട്രേഡ് യൂണിയൻ ഇന്ത്യയിൽ വന്നതും അതിന്റെ കാരണങ്ങളും അതിന്റെ വിശദാംശങ്ങളും പരാമർശിച്ചു പോകുന്നു. ഇതിൽ കൂടെ റൈറ്റിംഗ്സിൽ നമുക്ക് ലിമിറ്റഡ് ആയ ലേബർ മൊബിലിറ്റി, എത്രത്തോളം മൂവ്മെന്റ് ഉണ്ട് ഇന്ത്യയിൽ എന്നുള്ളതും എടുത്ത് പരാമർശിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ 1930 വന്ന ഡിപ്രഷൻ ടൈമിലുള്ള കാര്യങ്ങളും എടുത്തിവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ മാർക്സിസ്റ്റ് പോളിസിനെ പറ്റിയും പറയുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് അടുത്തതായിട്ട് നാം പറയാൻ പോകുന്നത് കാര്യമായിട്ടുള്ള ന്യൂ സ്റ്റഡീസിനെ പറ്റിയും അതേമാതിരി എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ്. ഇത് കൂടാണ്ട് നമുക്ക് പറയാം സ്ത്രീകളുടെ ഹിസ്റ്ററി, അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യങ്ങളെ പറ്റി, വിമൻ ഹിസ്റ്ററിനെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. വിമൻ ഹിസ്റ്ററിയിൽ എഴുതി വരുമ്പോൾ ജാനകി നായർ അവരുടെ പുസ്തകങ്ങളിൽ കൂടെ നമുക്ക് വിമൻ ആക്ടിവിസ്റ്റിനെ പറ്റി, റൈറ്റേഴ്സിനെ പറ്റി, സോഷ്യൽ പ്രോബ്ലംസിനെ പറ്റിയും പരാമർശിക്കുന്നു. ഈ ബുക്കിൽ കൂടെ നമ്മൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ നടന്ന പാട്രിയാർക്കൽ പുരുഷ മേധാവിത്വത്തിന്റെയും അതേമാതിരി ഇന്ത്യയിൽ നടന്നിരുന്ന ദേവദാസി, വേദിക് ദാസി എന്നുള്ളത് വേദിക് ദേവദാസി സിസ്റ്റത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകളെ പറ്റി, അതേമാതിരി സ്ത്രീകളുടെ സ്റ്റേറ്റസിനെ പറ്റി, വേദിക് ക്ലാസിക്സിനും ദാസീസ് എന്നാണ് അവരെ പരാമർശിച്ചതെന്ന് എടുത്തു പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇക്വാലിറ്റി ഇല്ല എന്നുള്ളത്. അതാണ് ഈ സ്ത്രീകൾക്ക് ഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ സിദ്ധാന്തമാണ് ഈ ക്ലാസ് സിസ്റ്റവും അതേമാതിരി അവരുടെ വർക്ക്സും. കാലഘട്ടത്തിൽ സ്കോളേഴ്സ് വളരെ നാച്ചുറൽ ആയിട്ട് പറയുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ടൈമിൽ, കൊളോണിയൽ ടൈമിലായാലും ശരി അതിനുശേഷമായാലും ശരി, അവരുടെ പ്രോബ്ലംസിനെ ഒന്ന് അറ്റൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നതിന്റെ കാര്യങ്ങൾ.
പിന്നെ നമുക്ക് കാണാൻ പറ്റും വിഡോ റീമാരേജ് ആക്ട്. ആ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ വിഡോ റീമാരേജും അതേമാതിരി സതി പ്രാക്ടീസ്, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനത്തെ സോഷ്യൽ ഈവിൾസ് കുറഞ്ഞു കിട്ടി. ആ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് സോഷ്യൽ ഈവിൾസിന്റെ കുറച്ചൊരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ പരാമർശിച്ചു പോകുന്നത്. ഈ അവസാനത്തെ യൂണിറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിറ്റിൽ വളരെ സമ്മറൈസ് ആയിട്ട് എൻവയറമെന്റൽ കഥകളെ പറ്റി പറയുന്നു, പ്രോബ്ലത്തിനെ പറ്റി പറയുന്നു, ലേബർ ഹിസ്റ്ററി, ലേബർസിന്റെ പ്രോബ്ലത്തിനെ പറ്റി പറയുന്നു, സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി പരാമർശിക്കുന്നു, എൻകറേജ്മെന്റ്. ഇതൊക്കെ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ഹിസ്റ്ററി റൈറ്റിങ്ങിന് ഒരു എൻകറേജ്മെന്റ് എന്ന വിധത്തിൽ വേണം ഈ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിനെ കാറ്റഗറൈസ് ചെയ്യാനും അതിനെ ജെൻഡർ ലെവലിലേക്ക് കൊണ്ടുവരാനും അത് ഒരു പുതിയൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ കൂടി ഇന്നോവേറ്റീവ് കാറ്റഗറീസിൽ കൊണ്ടുവന്ന് അതിനെ അപ്രോച്ചിനെ എടുത്തു പറഞ്ഞ് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുന്നു. ഡൈനാമിക് നേച്ചർ ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് എന്നുള്ള ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതോടുകൂടി ഇങ്ങനെ ഇതിനെ വൈൻഡപ്പ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ നല്ല കാര്യങ്ങൾ അഫ്കോഴ്സ് ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, നെഗറ്റീവ്സ് ഉണ്ടായിരുന്നതിൽ കൂടെയും നല്ലത് ഉണ്ടായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.